ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരമായപ്പോഴാണ് ഞാൻ ഓർത്തത് ഒരു വ്ളോഗ് എടുത്താലോ എന്ന്. അങ്ങനെ ഇന്ന് നമുക്കുള്ളത് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. നീഹക്കുട്ടനെ വിളിച്ചിട്ട് തന്നെ കേട്ടോ. അപ്പോൾ 3:30 ആകുമ്പം മോളുടെ നേഴ്സറി സമയം കഴിയും. അപ്പോൾ 3:30ക്ക് വിടുള്ളൂ കേട്ടോ. ഇപ്പം ആദ്യമൊക്കെ ആണെങ്കിൽ കുറച്ച് നേരത്തെ വിടുമായിരുന്നു. ഇപ്പോൾ കറക്റ്റ് 3:30 ആയിട്ട് വിടുള്ളൂ. മോളെ വിളിച്ചിട്ട് വന്നു. എന്നിട്ട് മിക്കിക്കും മക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കാൻ കുറച്ച് താമസിച്ച് പോയി. പിന്നീട് ഞാൻ ഓർത്തത് ഞാൻ മാക്സിമം നീഹക്കുട്ടൻ വരുന്നതിന് മുന്നേ ഇവർ പുറത്താക്കി ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് നേരം കളിക്കാനായിട്ട് ഇവിടെയൊക്കെ വിട്ടേക്കും. എന്നിട്ടാണ് നീഹക്കുട്ടൻ വരുമ്പോൾ ഇവർ കൂട്ടിലായിരിക്കും. അതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്ന സംഭവം. മിക്കവാറൊക്കെ പാളിപ്പോകാനാണ് പതിവ്. ഇന്നും അതുപോലെ തന്നെ നല്ല രീതിയിൽ പാളിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആ ഒരു വെള്ള പൂച്ചക്കുട്ടി ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. എല്ലാവരും ക്യൂട്ടാണ്, എങ്കിൽ അത് എപ്പോഴും നമ്മളടുത്തേ നിൽക്കുകയുള്ളൂ. ബാക്കി രണ്ടുപേരും അവർ സ്വന്തമായിട്ട് കളിക്കും, അല്ലെങ്കിൽ മിക്കിയുടെ അടുത്ത്, അത് അമ്മ പൂച്ചയുടെ അടുത്ത് നിന്ന് കളിക്കും. മറ്റുള്ള പക്ഷേ നമ്മളെങ്ങനെ നടക്കുന്നു കൂടെ വരും. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. പ്രത്യേകം ഞാൻ അടിച്ച് പറയുന്നു, നന്നായിട്ട് കൈ കഴുകി. എനിക്ക് പെറ്റ്സ് ഇഷ്ടമാണ്, എല്ലാ മൃഗങ്ങളും ഇഷ്ടമാണ്. ഇപ്പം ഞാൻ മുയൽ വളർത്തിയിട്ടുണ്ട്, പ്രാവ് വളർത്തിയിട്ടുണ്ട്, കോഴി, താറാവ് എല്ലാം ഉണ്ട്. ഇപ്പോൾ പൂച്ച ഇത് ആദ്യമായിട്ടാണ്. എല്ലാവരും വളർത്തിയിട്ടുണ്ടെങ്കിലും എനിക്ക് വീട്ടിനകത്ത് മൃഗങ്ങളെ ഇടുക, ഇങ്ങനെ കൂടെ ഇങ്ങനെ ഇട്ട് വളർത്തുക, കട്ടിലിൽ കയറ്റുക, പിന്നെ ഫുഡ് ഷെയർ ചെയ്യുക അവരായിട്ട്, അതൊന്നും എന്നെക്കൊണ്ട് പറ്റുന്ന ഇതല്ല. അത്ര അങ്ങോട്ട് മൃഗസ്നേഹിയല്ല ഞാൻ. അതിൽ കുറഞ്ഞ മൃഗസ്നേഹം മതി എന്ന് ചിന്തിക്കുന്ന ആളാണ്. കാരണം എങ്ങനെയൊക്കെ ആയാലും നമ്മൾ വേറെ വേറെ മൃഗങ്ങളാണ്. നമ്മളും ഒരു മനുഷ്യനും ഒരു മൃഗമാണല്ലോ. അപ്പം അനിമൽ കാറ്റഗറിയിൽ നമ്മൾ ഡിഫറെൻ്റാണ്. നമ്മുടെ ഉള്ളിലുള്ള വൈറസ് എല്ലാം വ്യത്യാസമാണ്. ഇപ്പോൾ പന്നിപ്പനി ഇതൊക്കെ വന്നില്ലേ, നമ്മൾ H1N1 ഒക്കെ വന്നു, നമ്മുടെ നിപ്പ വന്നു, എല്ലാം ഇപ്പോൾ കൊറോണ ആയപ്പോലും ഇതുപോലൊരു മൃഗങ്ങളിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളത് പ്രൊട്ടക്റ്റ് ചെയ്തതിന് നമുക്ക് അതിൻ്റെ അവയർനെസ് ഉണ്ട്. അപ്പം നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് മാത്രം കാര്യമില്ല, നമ്മളത് പ്രയോഗിക്കും കൂടെ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ഇപ്പോൾ മൃഗങ്ങളുണ്ട്, പിന്നെ അവരെ ഇടയ്ക്കിടയ്ക്ക് രാവിലെ ആയാലും വൈകുന്നേരം ഉച്ചയ്ക്കായാലും അവരെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അവരെ എപ്പോഴായാലും കോണ്ടാക്റ്റ് വരുന്നതുകൊണ്ട് ഞാൻ അടുക്കളയിൽ കയറാനു മുന്നേ നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ടേ കയറുള്ളൂ കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളായാലും നമ്മളത് ശീലിപ്പിക്കണം. നീഹക്കുട്ടനായാലും പലപ്പോഴും പൂച്ചയെടുത്ത് ഉമ്മ വയ്ക്കാൻ നോക്കാറുണ്ട്. ചില സമയങ്ങൾക്ക് അവൾ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഓടി ഒന്ന് വായൊക്കെ തുടച്ചു കൊടുക്കും. എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു ലിമിറ്റേഷൻ വയ്ക്കണം എന്നാണ്. കാരണം നമ്മൾ പെറ്റായാലും നമ്മൾ എത്രത്തോളം നോക്കി വാക്സിനൊക്കെ എടുത്ത് വളർത്തുന്ന ജീവിയായാലും ഒരു ലിമിറ്റേഷനുണ്ട്. അവർക്ക് വരുന്ന രോഗങ്ങളിൽ എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഒരു പക്ഷേ മനുഷ്യനും പകരുന്നതാണോ എന്നറിയാൻ പറ്റില്ല. അപ്പോൾ ഒരു ബൗണ്ടറി വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ നീഹക്കുട്ടനെ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവളിങ്ങനെ എന്തൊക്കെ ചെയ്താലും, ഇപ്പോൾ ഫിഷിന് ഫുഡ് കൊടുക്കുന്ന അവളാണ്. ഇതിപ്പം വൈകുന്നേര സമയമാണ് കേട്ടോ. നേഴ്സറിയിൽ നിന്ന് പോയിരുന്നു വന്ന് ഫ്രഷ് ആയതിന് ശേഷം ഫുഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാലും അവൾ പോയി സ്വന്തമായിട്ട് പോയി കൈ കഴുകിക്കോളും. ഇപ്പോൾ ഏകദേശം അവൾക്ക് അതൊരു ശീലമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കും കൈ കഴുകുമെന്ന് ചോദിക്കുമ്പോൾ കൈ കഴുകിയില്ലല്ലോ എന്ന് പറഞ്ഞ് പോയി സ്വന്തമായിട്ട് കൈ കഴുകിയിട്ട് വരും. പിന്നെ ഇത് നമ്മുടെ ഇപ്പോൾ ഗപ്പീസ് വളർത്തുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. ഇതിൽ മെയിൽസിന് മാത്രമാണ് ഇട്ടേക്കുന്നത്. ഇതിലിപ്പോൾ നമ്മുടെ ചില്ലി റെഡ് ഉണ്ട്, പർപ്പിൾ മൊസൈക്ക് ഉണ്ട്, പിന്നെ നമ്മളെ ജാപ്പനീസ് ബ്ലൂ ഉണ്ട്. അങ്ങനെ അതിൻ്റെ എല്ലാം മെയിൽ മാത്രമാണ് ഇട്ടേക്കുന്നത്. ഇവർക്ക് വേറെ കളർ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫുഡും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഫുഡ് കൊടുക്കുന്നത് ക്വാളിറ്റിയുള്ളതല്ല, അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ കളർ വരണില്ല കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, അതൊക്കെ നന്നായിട്ട് നോക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ ജാപ്പനീസ് ബ്ലൂ. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇപ്പോൾ എനിക്കുള്ള മീനുകളിൽ എൻ്റെ ഫേവറേറ്റാണ്. ആ മെയിലിനെ കാണാൻ ഭയങ്കര രസമാണ്. പക്ഷേ ഇവിടുന്ന് കൊക്ക് ഒരുപാട് എടുത്തുകൊണ്ട് പോകും കേട്ടോ. ഒരുപാട് മീനിനെ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ അധികമായിട്ട് നോക്കില്ല. നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം കൊക്ക് എടുത്തുകൊണ്ട് പോകും. ഞാൻ ഇപ്പോൾ ഒരു മീനെ നോക്കി നല്ല മീനെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം അത് കാണൂല അവിടെ. അതുകൊണ്ട് ഞാൻ മാക്സിമം അങ്ങനെ വലുതായിട്ട് മൈൻഡ് ചെയ്യാറില്ല, അവർ ജീവിച്ച് പോട്ടെ എന്ന് വിചാരിക്കും. ഇതിനകത്തുള്ള നമ്മൾ കോയി ടൈപ്പ് ഫിഷാണ്. ഇവരും നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി അവരും സെറ്റായിട്ടുണ്ട്. ഇവരെ കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടാത്തത് മറ്റേ വൈറ്റ് ഉണ്ടല്ലോ, വൈറ്റും ഫുൾ റെഡും ഭയങ്കര പാടാണ്. ഞാൻ കുറച്ച് ട്രൈ ചെയ്ത് നോക്കി. ഭയങ്കര പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടി അങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കാത്തതുകൊണ്ടായിരിക്കണം എനിക്കങ്ങനെ കിട്ടാറില്ല. ഒരു റെഡിൻ്റെത് ഇങ്ങനെ എടുക്കണം. ഞാനപ്പോൾ പെട്ടെന്ന് ഈ വീഡിയോ ഇങ്ങോട്ട് തിരിക്കാൻ കാരണം എന്തെന്നറിയോ, ഇവനല്ല ഇവള് 3 പെൺപിള്ളേരാണ്. ഇതുണ്ടല്ലോ, ചെറിയ ഗ്യാപ്പ് ഇട്ട് ഇറങ്ങി ഓടിക്കളയും. അവിടെ പട്ടിയെ കെട്ടിയിട്ടുണ്ട്, അങ്ങോട്ട് ഇറങ്ങി ഓടും. അല്ലെങ്കിൽ ഗേറ്റിന് പുറത്ത് ഒരുപാട് നാടൻ പട്ടികളുണ്ട്. ഒരു 7 പേര് എപ്പോഴും വെളിയിൽ കാണും. അതിൻ്റെ കയ്യിലങ്ങനെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്നു, നോക്കണ്ട. ഇത് ഇറങ്ങി ഒരൊറ്റ ഓട്ടമാണ് കേട്ടോ. അപ്പോൾ നീക്കിട്ട് എന്ത് ചെയ്യുന്നു, പിടിച്ചകത്താക്കിയിട്ട് ആ ഗ്രില്ല് പൂട്ടി. നമ്മൾ മൃഗങ്ങളുടെ അടുത്തായാലും മനുഷ്യരുടെ അടുത്തായാലും ചെയ്യുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ അതുപോലെ പഠിക്കും.
എനിക്ക് ഇപ്പം ഞാൻ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇടുന്ന എക്സ്പ്രഷൻ, പറയുന്ന കുറേ വാക്കുകളൊക്കെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ നട്ട ചീരയാണ് കേട്ടോ. നമ്മളെന്ന് വെച്ചാൽ ഞാൻ നിഹക്കുട്ടനും കൂടെ നട്ടതാണ്. ഇത് വെണ്ടത്തൈ, അത് അവൾ നട്ട വെണ്ടത്തൈ ഞാൻ പ്രത്യേകം എടുത്ത് കാണിച്ച അവൾ നട്ടത് വീണ്ടും ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വീണ്ടും ഇറങ്ങി വന്നു. മോള് കുറ്റിയിട്ടില്ലായിരുന്നു, ആ ലോക്ക് നന്നായിട്ട് വീണിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഗ്യാപ്പിൽ കൂടെ ഇറങ്ങിയെന്ന്. കുരുത്തക്കേടെന്ന് വെച്ചാൽ കുരുത്തക്കേടാണ്, പക്ഷേ ക്യൂട്ടാണ് കേട്ടോ ഭയങ്കര. എവളുടേത് ബ്ലൂ ഐസാണ്. ഇതൊക്കെ ഉണ്ടോ വച്ചില്ല, അതിനും പറഞ്ഞ് ഓടിയൊക്കെ ഇത് മുയൽക്കുട്ടിയെ പോലെയാണ് അവൾ പോകുന്നതെല്ലാം. ബാക്കി രണ്ടുപേരും ബ്ലൂ ഐ ആണ്. ഇനി വളരുമ്പോൾ മാറുമെന്നറിയാൻ വയ്യ. ഇത് അതിൻ്റെ അടപ്പെടുത്ത് അടയ്ക്കാൻ പറയുന്നതാണ് കേട്ടോ ഞാൻ കേട്ടോ. അവളാണ് ബാക്കി രണ്ടുപേരും വിളിച്ച് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പുറത്ത് ചാടേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ നമ്മൾ എന്തിനകത്ത് നിൽക്കണം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ ഓസ് അവിടെ ഇട്ടിട്ട് വെള്ളം ഓപ്പൺ ചെയ്തതാണ്. അപ്പോഴത്തേക്കും വെള്ളം പോകണമെന്ന് പറഞ്ഞ് നീയായിക്കോട്ടെ എനിക്ക് കൊണ്ട് തരികയാണ് കേട്ടോ. വെള്ളം ഒഴിക്കാനായിട്ട് അവൾക്ക് ഇഷ്ടമാണ്, പക്ഷേ എപ്പോഴൊന്നും അങ്ങനെ റെഡി ആവില്ല. ഞാൻ അങ്ങനെ ഫോഴ്സും ചെയ്യൂല കേട്ടോ. അവൾ കണ്ട് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമുണ്ട്, നിത്യ വേണം എന്ന് പറഞ്ഞ് എന്നെ പേരാണ് വിളിക്കാറ്. എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് പിന്നെ തിരുത്തി കൊടുക്കാറുമില്ല. എന്നെ മിക്കവാറും നിത്യ തന്നെയാണ് വിളിക്കാറ്. എന്തെങ്കിലും ഭയങ്കര വിഷമം വന്നോ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേ വന്ന് അമ്മ എന്ന് വിളിക്കാറുള്ളൂ. പിന്നെ എനിക്ക് ഇഷ്ടമാണ്, കൗണ്ടിയൊന്നും പറയാറില്ല. അപ്പോൾ അവൾക്ക് വേണമെന്ന് തോന്നി വന്ന് സ്വന്തമായിട്ട് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ കൈയൊക്കെ പിടിച്ചാൽ ഫോഴ്സിനാണ് അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ പോയി ചെരുപ്പ് കുറച്ച് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ചെരുപ്പിൽ ഇത് കുരുങ്ങണ്ടാന്ന് എഴുതി അതൊക്കെ മാറ്റിയിട്ട് അപ്പുറത്തെ സൈഡിലും കുറച്ച് ചെടി നട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം ഈ ചെടിയുടെ പേരെനിക്ക് അറിയാൻ വയ്യ, ഒരു പ്രത്യേകനം ചെടിയാണ് അത് നട്ടേക്കുന്നത്. കാരണം മോൾക്ക് പൂമ്പാറ്റ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ചെടി പൂത്ത് വയ്ക്കുന്നുണ്ട്, പൂമ്പാറ്റ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. കുഞ്ഞു പൂമ്പാറ്റ ഉണ്ടല്ലോ, വെള്ള പൂമ്പാറ്റ നമുക്ക് വീട്ടിലൊക്കെ എപ്പോഴും വരുന്നത്, അതിൻ്റെ മഞ്ഞ കളറും ഒരു നീല കളറും മിക്കവാറും ഒരു 3 പേരും വീട്ടിൽ കാണും കേട്ടോ. അങ്ങനെ നിറയെ പൂക്കളായിട്ട് നിറയെ പൂമ്പാറ്റ വരട്ടെ എന്ന് എഴുതി ഞാനിപ്പോൾ പൂക്കണ ചെടികൾ കൊണ്ടുവയ്ക്കുന്നത്. പിന്നെ കിലുക്കി എന്ന് പറയുന്നൊരു ചെടിയുണ്ട്, അത് ബീച്ചിൻ്റെ അടുത്ത് നിൽക്കുന്ന ഞാൻ കണ്ടായിരുന്നു. യൂട്യൂബിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി സെയിം പ്ലാന്റ് തന്നെയാണെന്ന്. ഇനി പോയിട്ട് വരുമ്പോൾ അതും കൂടെ എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫിഷിന്. അത് ഇപ്പം കാണിച്ച ഹോളുണ്ടല്ലോ, അത് ഓവർഫ്ലോ ആയി മീൻ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ചെറിയൊരു ഹോൾട്ട് അവിടെ നെറ്റ് വയ്ക്കുമ്പോൾ വെള്ളം അധികം വരുന്നതെല്ലാം അതുവഴി പോവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കണ്ടറിയാം. കാരണം ഞാൻ ചില സമയത്ത് വെള്ളം ഒഴിക്കുമ്പോൾ അല്ലാതെ ഓവർഫ്ലോ ആവുന്നുണ്ട്, ഇതുവഴിയല്ല വെള്ളം പോണേ, എങ്ങനെയാവുമെന്ന് കണ്ടറിയാം. അപ്പം ചെടികൾ ഈ ഫിഷ് ടാങ്കിലെല്ലാം വെള്ളം ഒത്തിരി കുറവായിരുന്നു കേട്ടോ. അങ്ങനെ അത് റീഫിൽ ചെയ്തതിന് ശേഷം അകത്ത് വന്നു. ഇന്ന് ഞാൻ കടയിൽ പോയി. ശരിക്കും ഈ പെറ്റിനേക്കാളത്ത് എന്ത് കാശാണെന്നറിയോ, നമ്മൾ കുഞ്ഞുങ്ങളെ ചിലവാക്കുന്നതിനേക്കാളും കൂടുതൽ കാശാകും. അവർക്കുള്ള മറ്റേ സാൻഡ് ഉണ്ടല്ലോ, പോട്ടിയിലിടുന്ന ആ ഒരു സാൻഡും പിന്നെ അവരെ ഫുഡും വാങ്ങിയിട്ട് വന്നു. അപ്പോഴത്തേക്കും ഈ ഫുഡെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് ഫ്രീ ആയപ്പോൾ ഞാൻ ഏകദേശം എല്ലാം ഫില്ല് ചെയ്തു കേട്ടോ. ടാങ്കെല്ലാം ഫില്ല് ചെയ്തു. അപ്പോഴാണ് ഓർത്തത് ഇതിൻ്റെ പായലെടുത്ത് കളഞ്ഞിട്ടില്ല. ഈ പായൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ താമര പൊടിക്കില്ല. പിന്നെ കുഞ്ഞു മീനുകൾക്ക് നല്ലതാണത്, കഴിക്കാനും ഒളിച്ചിരിക്കാനും ഒക്കെ നല്ലതാണ്. പക്ഷേ ഒരുപാടായി കഴിഞ്ഞാൽ വലിയ മീനിന് നീന്താനൊന്നും പറ്റില്ല, അവരെപ്പോഴും മുകളിൽ കാണും. അപ്പോൾ ഈ കൊക്കൊക്കെ വന്നിട്ട് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകും കേട്ടോ. അങ്ങനെ ഞാനത് ക്ലീൻ ചെയ്യാണ്. ഇതിനകത്ത് ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഇപ്പം എൻ്റെ കയ്യിലിരിക്കണല്ലോ 1-2 കമ്പ്, ഇത്രയാണ് എനിക്ക് ആ അക്വേറിയത്തിലെ ചേച്ചി തന്നത് കേട്ടോ. ഫ്രീ ആയിട്ട് തന്നതാണ്. അപ്പം കുറേ മീനിങ്ങനെ വാങ്ങാൻ പോയപ്പോൾ ഗപ്പിയൊക്കെ വാങ്ങിയപ്പോൾ അവരെനിക്കിങ്ങനെ തന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചു എന്തൊരു പിശിക്കുകയാണ്, എനിക്ക് 2 തന്നുള്ളൂ എന്ന് എഴുതി. ഇപ്പോൾ ഞാൻ ഈ സംഭവം എന്ന് വെച്ചാൽ 3-4 ദിവസം കൂടുമ്പോൾ പുഴുത് കളയാറുണ്ട്. തന്നപ്പോഴാ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ഇത്ര വെച്ചാൽ മതി, നിറയെ സ്പ്രെഡാവും. ഞാൻ പറഞ്ഞു ഞാനപ്പോൾ മനസ്സ് വിചാരിച്ചു ശരിക്കും ഇത്ര വെച്ചാൽ പിന്നെ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് വലുതാവണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അയ്യോ, ഇപ്പോൾ ഇതെടുത്ത് കളയൽ തന്നെയാണ് എൻ്റെ പണി. പക്ഷെ അതുള്ളതുകൊണ്ട് കുഞ്ഞുമീനൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്. പിന്നെ കൊക്കിൽ നിന്നൊക്കെ ഒരുപാട് രക്ഷപ്പെടാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കളിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരെ കൂട്ടിക്കൊണ്ടാക്കി കുറച്ച് വെള്ളം വെച്ചു. മിക്ക പുറത്ത് തന്നെയാണ് ഇട്ടേക്കണം. അവളങ്ങനെ വീട്ടിനകത്ത് അധികം നിഹയുള്ളപ്പോൾ ഞാൻ വീണ്ടും പുറത്താക്കും കേട്ടോ. അവളങ്ങനെ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇത് ഞാൻ വിരിച്ച താറാ കുഞ്ഞുങ്ങളെ നിങ്ങളെ കണ്ടല്ലേ അത് വിരിഞ്ഞതിൻ്റെയൊക്കെ. പക്ഷെ ഇപ്പോൾ അവരാരും ഇല്ല കേട്ടോ. ഇവരെ ഞാനിതുപോലെ വെള്ളമൊക്കെ കൊടുത്ത് രാത്രി, ഇത് വൈകുന്നേരം അല്ലേ, രാത്രി വെള്ളമൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കൊടുത്തിട്ട് നെറ്റൊക്കെ വെച്ച് അടച്ച് ഇതേപോലെ ഈ ബോക്സിനകത്ത് ഇട്ട് വെച്ചിരുന്നു. രാവിലെ ആയപ്പം ആരുമില്ല. എല്ലാവരെയും നീറില്ലേ, പച്ചുറുമ്പെന്ന് പറയും, അതെല്ലാം കടിച്ചു കൊന്നിട്ടിരുന്നതിന്. പാവം ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ടാവും. കുഞ്ഞുങ്ങൾക്ക് വിളിക്കാനുള്ള പ്രായം പോലും ആയില്ലല്ലോ, നിലവിളിക്കാനുള്ളൊരു ഇതുപോലും ഇല്ലായിരുന്നു പാവങ്ങൾക്ക്. അങ്ങനെ എല്ലാവരും പോയി. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ട്, കാരണം
ഇണങ്ങിത്തുടങ്ങാനോ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ വരാനുള്ള പരുവോ അല്ലെങ്കിൽ ഒന്ന് നിലവിളിക്കാനുള്ള പരുവോ ഒന്നും ആയിട്ടില്ല. ഭയങ്കര ചെറുതാണ്. ഞാൻ ഇതിങ്ങനെ ആലോചിച്ച് ഞാൻ ഇന്ന് വൈകുന്നേരത്തെ കാര്യം, ഇത് കഴിഞ്ഞിട്ടുള്ള രാത്രിയാണ് അവരെൻ്റെ കയ്യിൽ നിന്ന് പോയത്. അപ്പോൾ ഞാൻ ഇതൊക്കെ നോക്കി ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബോഡിയൊക്കെ ക്ലീൻ ചെയ്യണം, വലിയ വലിയ താറാവിനെ കണക്ക് നിന്ന് കുഞ്ഞു കുഞ്ഞു രോമങ്ങളാട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ എറുമ്പ് കടിച്ചിരിക്കുകയായിരുന്നു. എനിക്കിപ്പോൾ കാണുമ്പോൾ അതാ ഓർമ്മ വരണം. എന്ത് രസമാണെന്നൊക്കെ, പാവം. അങ്ങനെ അത് പോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോൾ നിഹിക്കുട്ടൻ ഇങ്ങനെ ചുമ്മാ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അവളെ കിടത്തിയിട്ട് ഞാൻ പോയി ഇങ്ങനെ അടുത്ത് കിടക്കുക, അല്ലെങ്കിൽ ഞാൻ കിടന്നിട്ട് ആ ഗ്യാപ്പിൽ അവളെ പിടിച്ച് കിടത്തിയിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് വെക്കും. ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇതാണ് കണ്ടത് കേട്ടോ. ഇങ്ങനെ വച്ചിട്ട് എന്തോ കാര്യം പറഞ്ഞുകൊണ്ട് കിടക്കുക, പാട്ടൊക്കെ പാടി കിടക്കുക. പാവം, അവരെ പിടിച്ച് ഇങ്ങനെ ആക്കി അടച്ചിട്ടേക്കായിരുന്നു കേട്ടോ. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ മിക്കവാറും വിളക്കെത്തിക്കുന്നത് 7 മണിക്കാണ് കേട്ടോ. കൺസിസ്റ്റൻ്റ് അല്ല. ഞാനിനി അടുത്തൊരു ചലഞ്ച് വീഡിയോ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് നമുക്ക് ഉടനെ തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് എല്ലായിടത്തും ഈ വീട് മൊത്തം കുപ്പിയും ഗപ്പിയോ, എല്ലാത്തിൻ്റെയും മുട്ടായി കടകളിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ മുട്ടായിയുടെ മുട്ടായിയുടെ കുപ്പി വാങ്ങും. അതിനകത്ത് കുറച്ച് ഗപ്പി പുറകിടും. ഇത് തന്നെ ഇപ്പം എൻ്റെ പരിപാടി. അത് കഴിഞ്ഞൊരു സാമ്പ്രാണിത്തിരി കത്തിച്ചു. സാമ്പ്രാണിത്തിരി ചന്ദനത്തിരി എന്നൊക്കെ പറയും. അത് കത്തിച്ച് വെച്ചു. എന്നിട്ട് PSC എക്സാം ആവാറായല്ലേ, അപ്പം കുറച്ച് സിലബസൊക്കെ നോക്കി അങ്ങനെ കുറച്ചൊന്ന് ക്ലാസ്സിനിരിക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. ഇതിനകത്തിപ്പം 3 മീനുണ്ട് കേട്ടോ. ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും എനിക്കൊരു രസം. ഇത് കഴിഞ്ഞ് ഇങ്ങനെ നല്ല മണമുള്ള ചന്ദനത്തിരി കത്തിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി തോന്നും കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. എനിക്ക് പക്ഷേ അങ്ങനെയാണ് ഇഷ്ടം. അപ്പോഴത്തേക്ക് നിഹിക്കുട്ടൻ വന്നു. നിഹിക്കുട്ടനെ ഞാൻ എഴുതിയിരിക്കുന്ന അതേ പേപ്പറും അതേ പേനയും വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കണ്ടോ, ഇതിപ്പോൾ പുതിയതായിട്ട് കിട്ടിയ സംഭവമാണ്. ഇങ്ങനെ അടിക്കുക എന്നുള്ള പരിപാടി. പിന്നെ തുണി കുറേ മടക്കി വയ്ക്കാനുണ്ട് കേട്ടോ. അതാണ് ഞാനിപ്പോൾ കാണിച്ചത്. കഴുകിയെടുത്ത് വന്നതേ ഉള്ളൂ. അതിന് കുറച്ച് ദിവസം ഇവിടെ കിടന്നിട്ട് ഇതിപ്പം ഉപയോഗിക്കണില്ല. ഈ കട്ടിലാരും ഉപയോഗിക്കാറില്ല. അനിയൻ്റെതാണ്. അനിയൻ എന്ന് വെച്ചാൽ ബ്രദറിലോ. അപ്പം അനിയൻ്റെതാണ്. അവ ഇവിടെ ഇല്ല. അപ്പോഴത്തേക്കും ഇത് ഞാനിങ്ങനെ തുണിയിടാനും ഇതിനൊക്കെ തന്നെയാണ് ഉപയോഗിക്കണത്. പിന്നെ നീക്കുട്ടൻ വന്നു. ദിസ് ഈസ് നീക്കുട്ടൻസ് ആപ്പിൾ. ഇത് അവൾ നോർമലായിട്ട് ആപ്പിൾ വരയ്ക്കായിരുന്നു കേട്ടോ. പിന്നെ ഈ യൂട്യൂബിൽ നോക്കിയിട്ട് അവരിങ്ങനെ തണ്ടിങ്ങനെ കട്ടിക്ക് വരയ്ക്കും. എന്നിട്ട് ഇലയും അതിനോട് ചേർത്ത് വരയ്ക്കും. അങ്ങനെ വരച്ചിപ്പം നീക്കുട്ടൻ ആപ്പിൾ 3 പൂജ്യമായിട്ട് മാറി. ഇപ്പം മെയിൻ പരിപാടി ആപ്പിൾ വരയ്ക്കൽ തന്നെ. ആപ്പിൾ വരയ്ക്കുക, അതിൻ്റെ ബോർഡർ വരയ്ക്കുക, പിന്നെ പെയിൻറ്റ് ചെയ്യുക. ഇത് തന്നെ പരിപാടി. പക്ഷേ ആദ്യമൊക്കെ നല്ലതായിരുന്നു കേട്ടോ. ആദ്യം നമ്മുടെ പുഴു, ബലൂണ്, ശലഭം, പിന്നെ വേറെ എന്തൊക്കെയോ വരയ്ക്കുമായിരുന്നു. അവൾ ഓറഞ്ച് വരയ്ക്കുമായിരുന്നു, ബനാന വരയ്ക്കുമായിരുന്നു. കുറേ നമുക്കിങ്ങനെ മനസ്സിലായി ഇതെന്താ മോളെന്ന് ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറഞ്ഞു ഇതാണെന്ന് പറയും. അപ്പോൾ നമുക്ക് ഓക്കെ, ഇതൊക്കെ നല്ല രസമായിരുന്നു. പക്ഷേ ഇപ്പം അവൾ ആപ്പിളിലോട്ട് തന്നെ അങ്ങ് ചുരുങ്ങിപ്പോയി. ഞാൻ വേറെ ബനാന ചോദിച്ചാലും പറയും വേണ്ടാന്ന് പറയും. വേറെ നമ്മൾ എന്ത് ഓപ്ഷൻ കൊടുത്താലും വേണ്ടാന്ന് പറയും. അവൾക്ക് ആപ്പിൾ തന്നെ മതി. പിന്നെ അവളെ ഇഷ്ടമല്ലേ, അവൾ വരയ്ക്കട്ടെ എന്നിട്ട് ഇപ്പം കുറച്ചുകൂടി നല്ല ഇതായി കേട്ടോ. ബോർഡറൊക്കെ ചെയ്ത് അകത്ത് ഏറെക്കുറെ നന്നായിട്ട് ഫില്ല് ചെയ്യാറായി. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അങ്ങനെ കുറേ നേരം ഇരുന്ന് വരച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മോൾ ഉറങ്ങി കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, ഗുഡ് നൈറ്റ്.